നമസ്കാരം പ്രിയമുള്ളവരെ, തണൽമരം ഫൗണ്ടേഷൻ ഇത്തരം വിവാഹ സംഗമങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ അബ്ദുള്ള ഹംസ. തൃശ്ശൂർ സ്വദേശിയാണ്. ഇദ്ദേഹം തണൽമരം ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ സഹായം ചെയ്യുന്ന ഏതൊരു പരിപാടിയിലേക്കും ഇവിടേക്ക് എത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇദ്ദേഹം ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഒരു വിശിഷ്ട അതിഥിയായിട്ടാണ്. പക്ഷേ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് ക്യൂ പോയി നിന്ന് ഭക്ഷണം വാങ്ങിച്ച് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നതും കൈ കഴുകാനും വെള്ളം കുടിക്കാനുമൊക്കെ അവരെ സഹായിക്കുന്ന ആ ഒരു വലിയ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഈ കൂട്ടും സോട്ടും ഒക്കെ ഇട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരു VIP പവറിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൻ്റെ നേരിൽ കണ്ട ഒരു കാഴ്ചയാണ് ഭിന്നശേഷിക്കാരെ കൈത്താങ്ങായി അവരുടെ വീൽ ചെയർ തള്ളാനും അവർക്ക് സഹായവുമായി അദ്ദേഹം ഓടി നടക്കുകയാണ് ഇവിടെ. ഇദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യ പ്രവർത്തനവും ഇദ്ദേഹത്തെയും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എവിടെയാണ് സ്ഥലം? എന്താണ് നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ? ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ കാര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞങ്ങൾ 6 മക്കളാണ്. വാപ്പയമ്മ നേരത്തെ മരണപ്പെട്ടു. എവിടെയും പറയുന്നത് ഞാൻ ആദ്യം അതാണ്. കാരണം 94 വാപ്പയും 2002 ഉമ്മയും മരണപ്പെട്ടു. എന്നോടൊപ്പം ഉള്ള പ്രയാസമേറിയ സമയത്താണ് എൻ്റെ വാപ്പയമ്മ ഉണ്ടായത്. അത് ഏറ്റവും വേദനിക്കുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ എന്തെങ്കിലും നമുക്ക് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ ആ സമയത്ത് എന്നോടൊപ്പം മാതാപിതാക്കളില്ല. എൻ്റെ എല്ലാ വളർച്ചയുടെ പിന്നിലും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറെ ശ്രദ്ധയോടുകൂടി തന്നെ ഇത്ര വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് എല്ലാം സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ കൊണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ സമ്പാദിച്ചതെല്ലാം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് പാവങ്ങൾക്ക് കൂടി വേണ്ടിയുള്ളതാണ്. എൻ്റെ കാരുണ്യ പ്രവർത്തനം ഇനിയും തുടരുമെന്ന് വലിയ മനസ്സ് തുറന്ന് പച്ചയായി പറയുകയാണ് അദ്ദേഹം. ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ഒരു സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏതെല്ലാം മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? ഇപ്പം ഞാൻ കൂടുതൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ 80 SSLC തോറ്റതിന് ശേഷം പിറ്റേ ദിവസം ചെന്നൈയിലേക്ക് വണ്ടി കയറിയ ആളാണ് ഞാൻ. ദിവസം 2 രൂപ വേതനത്തിനാണ് മാസം 60 രൂപയുടെ ശമ്പളത്തിന് ഒരു ഹോട്ടലിൽ ഫ്ലൈറ്റ് ഇടാനൊക്കെ ആയിട്ട് ജീവിതം ആരംഭിച്ചതാണ്. അതിനുശേഷം ഒരു സുഹൃത്തിൻ്റെ കസിൻ്റെ ബന്ധുപ്രകാരം 85 കുവൈറ്റിലേക്ക് പോയി. കുവൈറ്റിൽ പോയതും ഒരു വീട്ടിൽ പാചകക്കാരനായിട്ടാണ്. അതെവിടെയും തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അവിടെ നിന്നാണ് ഇന്നുള്ള ഈ വളർച്ചയിലേക്ക് ഉയർന്നത്. സർവശക്തൻ്റെ കാരുണ്യം, അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ഗുരുത്വം, അവരുടെ പൊരുത്തം, അതോടൊപ്പം എൻ്റെ ഹാർഡ് വർക്കും, അത് തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം എനിക്ക് പല ആളുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള സൗഹൃദം കൊണ്ട് കിട്ടിയിട്ടുള്ള സ്നേഹബന്ധങ്ങൾ കൊണ്ട് കിട്ടിയിട്ടുള്ള ചേർത്ത് പിടിക്കൽ, അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് ആണ് എൻ്റെ ശരിക്കും പറഞ്ഞ എൻ്റെ ഫൗണ്ടേഷൻ. ഒരുപാട് സുഹൃത്തുക്കളുടെ സഹായം അവർ ചേർത്ത് നിർത്തിയതിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ എന്നും ഇവിടെ നിലനിൽക്കുന്നത്. ഒരു ബിസിനസ്മാനായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇന്ന് തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു ദിവസം മാറ്റിവെച്ച് താനൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു കാരുണ്യ പ്രവർത്തനത്തിലേക്ക് സമയവും അതോടൊപ്പം സമ്പത്തും നിങ്ങൾ മാറ്റിവെക്കുന്നു. അല്ല, തീർച്ചയായിട്ടും നമ്മൾ കാരുണ്യപ്രവർത്തനം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു വിനിയോഗിക്കപ്പെട്ട ആൾ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലുള്ള കഥകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പരിതാപകരമായിട്ടുള്ള സാമ്പത്തികമായിട്ട് ഒട്ടും അടിത്തറ ഇല്ലാത്തടത്ത് വന്നാണ്. എൻ്റെ 10ാം ക്ലാസ്സിലേക്കുള്ള പുസ്തകം വാങ്ങാനടക്കം അടുത്ത മഹലിലെ പള്ളിയിൽ പോയി കാറ്റ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പിരിവെടുത്തിട്ടാണ് ഞാൻ 10ാം ക്ലാസ്സിലേക്ക് പോയത് തന്നെ. അതുമുതൽ അതൊക്കെ എന്നിലൊരു പ്രചോദനം. അതായത് നമ്മളിവിടെ വിനിയോഗിക്കപ്പെടാൻ വേണ്ടി വന്ന ആൾ മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല. അതാണ് സത്യം. യാഥാർത്ഥ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ നാട്ടിലേക്ക് ഉമ്മയുടെ നിന്നും ഗർഭപാത്രത്തിൽ നിന്നും വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല. തിരിച്ച് നമ്മൾ ഖബറിലേക്കൊരു യാത്ര ഉറപ്പാണല്ലോ. ഏത് മതവിശ്വാസിപ്പെട്ടവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ഉറപ്പായിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. സാധാരണ കാലത്തൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മളെ സ്വത്തുവകകളോ സമ്പാദ്യങ്ങളോ ഒന്നും തന്നെ കൊണ്ടുപോകും. എന്തിനേറെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളെയോ നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭാര്യയോ ആരും തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. നമ്മൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത്. പക്ഷേ നമ്മ പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, നമ്മ ചെയ്ത നന്മകളും തിന്മകളും. അപ്പോൾ പരമാവധി ഈ ജീവിതത്തിൽ വളരെ നിസ്സാര സമയം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഞാനിവിടെ ഈ പരിപാടിക്ക് വന്നു, തിരിച്ച് വീട്ടിലെത്തുമെന്നുള്ള ഉറപ്പ് എനിക്കുമില്ല, നമ്മളിപ്പെട്ട ആർക്കുമില്ല. ഇത്രേ ഉള്ളൂ ജീവിതം. നാളെ എന്തു സംഭവിക്കാം, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്തു സംഭവിക്കാം. അപ്പോൾ അതിനിടയിൽ കിട്ടുന്ന ചെറിയൊരു ജീവിതത്തിൽ
നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നെയ്യത്ത്. അത് പ്രകാരം ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നേടുന്നതെല്ലാം എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവർ കൂടി അവകാശപ്പെട്ടാണ്. അത് മെയിൻ പോയിൻ്റാണ് കേട്ടോ. അതൊരു ഔദാര്യമല്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരും ചെയ്തു കൊടുക്കുന്ന ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്. ഈ പടച്ചവനാണ് എൻ്റെ അടുത്ത് കൈനീട്ടുന്ന ആളുകളെയും പ്രശ്നിച്ച ഈ സർവശക്തൻ തന്നെയാണ്. എന്നെ എന്തെങ്കിലും കൊടുക്കാൻ പ്രാപ്തനാക്കിയത് സർവശക്തൻ തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ ചുരുങ്ങിയ ചെറിയ ആയുസ് അതിൽ പരമാവധി നമുക്ക് ചുറ്റുമുള്ളവരെ ഇപ്പം എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാവരും ചേർത്ത് നിർത്താൻ പറ്റില്ല. ഒരുപാട് പരിമിതികളുണ്ട് നമുക്കുള്ള വരുമാനങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പല ഇതും. ഇപ്പം തന്നെ യുദ്ധത്തിന് ഫേസ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഒരുപാട് വലിയ നഷ്ടത്തിലാണ് ഇപ്പോൾ. 10-13 ഹോട്ടലുണ്ട് കുവൈറ്റിൽ. 4 കോടിയോളം രൂപ ഒരു മാസം വാടക വേണം. ഇതൊന്നും എത്തിപ്പെടാതൊക്കെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. കാരണം യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി അത് വരും. കൊറോണ ഫേസ് ചെയ്തു, പ്രളയം ഫേസ് ചെയ്തു, അതേമാതിരി ഇതും തരണം ചെയ്യും. സർവശക്തൻ അനുഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. ചെറിയ ജീവിതത്തിനിടയിൽ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഈ തണൽമരം ഫൗണ്ടേഷനെ കുറിച്ച്, ഈ ഒരു ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്താനുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഒരു ബിഗ് സല്യൂട്ട് ഇതിന് പ്രവർത്തിക്കുന്ന അണിയ പ്രവർത്തകർക്ക് എല്ലാവർക്കും. അതിൽ ഇതിൻ്റെ ക്യാപ്റ്റൻ അയക്കണം മുസ്തഫ സാഹിബിന് പ്രത്യേകിച്ചും. ഇത് ഒരു ഞാനിപ്പോൾ എൻ്റെ എല്ലാ പോസ്റ്റിലും ഞാനിപ്പോൾ ഒരു സ്റ്റാറ്റസ് പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ ഞാൻ എഴുതിയേക്കുന്ന കാര്യമാണ്, നമുക്ക് സർവശക്തൻ തന്ന ജീവിതം പൂർണ്ണമാകണമെങ്കിൽ ഒരു വിവാഹം. അപ്പോൾ ചേട്ടും ബ്രഹ്മചാരികൾ ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും നമ്മളെ ഹദീസുകളിലും ഖുർആനിലും പല ഇതിലും പരാമർശിക്കപ്പെടുന്ന ഒരു വിവാഹ ജീവിതം കൂടി ഉണ്ടാകുമ്പോൾ അത് പൂർണ്ണമാകുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സമൂഹത്തിൽ ഇതേമാതിരിയുള്ള അശരണരായിട്ടുള്ള ആളുകൾക്കെല്ലാവർക്കും നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ്. അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഓരോ നിമിഷവും, ഓരോ കാൽച്ചുവടുകളും, ഓരോ വാക്കുകളും സർവശക്തൻ്റെ അടുത്തേക്ക് വളരെയധികം ഒരു ഫലമായി തന്നെ അത് മാറും. കാരണം നമ്മളെപ്പോലെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉള്ള ആളുകളാണിത്. പടച്ചവൻ സൃഷ്ടിച്ചത് തന്നെയാണ്, പടച്ചവൻ്റെ സൃഷ്ടിയിൽ തന്നെ ഉള്ളതാണ്. അത് ഒരു ഭിന്നശേഷി എന്ന് വെച്ചിട്ട് നമ്മ പരിഗണിക്കാതെ ഇന്നിപ്പോൾ ഞാൻ സ്റ്റേജിൽ കണ്ടത് എത്ര പേരോളമാണ് അവരെ. ഞാൻ എല്ലാവരെയും നേരിട്ട് കണ്ടു. ഞാനിപ്പോൾ വെറുതെ സദസ്സിൽ പോയിട്ടാണെങ്കിലും വേദിയിൽ പോയിട്ടായിരുന്നിട്ടാണെങ്കിലും ഇവരായിട്ടൊക്കെ പരിചയപ്പെടാൻ ശ്രമിച്ചു. അവരെ കുറവുകൾ എന്താണ്, അവരെ ആംബിഷൻ എന്താണ്, അവരിതുവരെയുള്ള ജീവിതം എന്താണ്. കാരണം അപ്പോഴാണ് നമുക്ക് പൂർണ്ണതയിലെത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വന്ന് അവിടെ വേദിയിലിരുന്ന് ഒരു പ്രസംഗവും പ്രസംഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ അവരെ ഒരു കുറച്ചും കൂടിയും ഇത് അവരെ പലപ്പോഴും സംഘാടകർ വന്നിട്ട് വെള്ളം വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വെള്ളം എല്ലാവർക്കും കൊടുത്തു കുടിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷമുള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ താങ്കളിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, മുമ്പിലേക്ക് ഇറങ്ങി വന്നു. നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടൊന്നുള്ള അതിഥികളാണ്. ഞാനും അതേമാതിരി പടച്ചവൻ്റെ മുമ്പിൽ ഞാനും അവരും സമക്കാരാണ്. ചെറിയൊരു സൗകര്യം എനിക്ക് തന്നു. പക്ഷെ ആ തന്നത് എന്നാണ് വളരെ കാലങ്ങൾക്ക് ശേഷം തന്നത്. ഞാൻ പറഞ്ഞില്ല 10ാം ക്ലാസ്സിലേക്ക് എനിക്ക് ജയിച്ചപ്പോൾ കഷ്ടം. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഏത് മേഖലയിലാണ് നിങ്ങൾ ബിസിനസ് രംഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പാണ്. ഹോസ്പിറ്റാലിറ്റി ഹോട്ടലുകൾ, താമസിക്കുന്ന ഹോട്ടലുകളാണ്. കുവൈത്തിൽ 13 ഹോട്ടലുകളുണ്ട്, ഒമാനിലുണ്ട്, പിന്നെ UK-ലും യൂറോപ്പിലും തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ ഓൾറെഡി ഉണ്ട്, UK-ലും തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് എൻ്റെ മാത്രം വിജയമല്ല. ആദ്യം പറയേണ്ടത് എന്നോടൊപ്പമുള്ള മെയിനായിട്ടുള്ള കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ട്. പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഷൻ നൗഷാദ്, എടപ്പാളുകാരൻ, എടപ്പാൾ സ്വദേശി ഒരു നൗഷാദ്, മുനീർ സാഹിബ് കോട്ടക്കൽ സ്വദേശിയാണ്. അങ്ങനെ ഇനിയും പേര് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ പിന്നിൽ. നിങ്ങളുടെ ഹോട്ടൽ മേഖലയുടെ പേരെന്ന് പറയാമോ? കാരണം പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ്, ആ മേഖലയിലുള്ള ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ അതൊരു വലിയ സന്തോഷം നിറഞ്ഞ കാര്യവും കൂടിയാണല്ലോ. ആ നിലയിൽ ഒന്ന് പരിചയപ്പെടുത്താം. ദാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ്, അതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ്. ദാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് അതിൻ്റെ കീഴിലാണ്. ഇവിടെ ഈ വിജയത്തിന് പിന്നിൽ ഞാനിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യണതിൻ്റെ പേരില്ല. ഇത് ചെയ്യാനുള്ളൊരു അവസരം ഒതുക്കിയിരുന്നൊരു വേദിയാണ് കുവൈറ്റ്. ആ കുവൈറ്റിന് നന്ദി പറയാതെ ഒരിക്കലും പറ്റില്ല. ആ കുവൈറ്റിന് ആദ്യം നന്ദി പറയണം. അതുകൂടാതെ ഞങ്ങളോടൊപ്പമുള്ള ദാലിയ കുടുംബാംഗങ്ങൾ
അങ്ങനെയാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുക. അല്ലാതെ ഞങ്ങൾ അവരുടെ തൊഴിലാളികളല്ല, അവർ ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. അവരുടെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇന്ന് ഈ ഹംസ കൊണ്ടാമ്പള്ളി ഒരു ഡോക്ടറേറ്റ് മേടിക്കാനും ചാരിറ്റി പ്രവർത്തനങ്ങൾ മുന്നിട്ട് ഇറങ്ങാനുണ്ടെങ്കിൽ അവരുടെ വിയർപ്പ് രക്തമാക്കിയതിൻ്റെ പ്രതിഫലമാണ് ഞാനിന്ന്. അല്ലാതെ ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ കുറച്ച് കാശുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങി, ആ കച്ചവടം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള പണിക്കാർ വേണം. അത് ഞങ്ങളൊരു കുടുംബാംഗങ്ങളെ പോലെ, അവരുടെ പ്രൊജക്റ്റ് പോലെ, അവരുടെ പ്രോപ്പർട്ടി പോലെ, അവരുടെ കച്ചവടം പോലെ അത് ചെയ്യുന്ന കുറേയധികം തൊഴിലാളികളുണ്ട്. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ഇത് ഈ വാക്കുകൾ തന്നെ ഒരു വെറും മനസ്സിൽ ഒരു ചടങ്ങിന് പറയുന്നതല്ല എന്ന് വ്യക്തമാകുന്ന വാക്കുകളാണ്. ഒരു സാധാരണ ഭിന്നശേഷിക്കാരനെ സ്നേഹിച്ച് ഇവിടേക്ക് എത്തിയ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഈ രീതിയിലുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമകൾ അത്തരം ബിസിനസ് മേഖലയിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. അവരുടെ വരുമാനം നാടിന് ഗുണകരമാണ്. അത് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാമറമാൻ ബിജീഷിനൊപ്പം ഉമർ അലി ശിഹാബ്, വാഴക്കാട്.